നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് പച്ച പാലെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ മുക്കിയിട്ട് ഒരു കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ട് മുഖം ഒന്ന് തുടച്ചെടുക്കുക. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം പാലൊരു നല്ല ക്ലെൻസറാണ്. അതുകൊണ്ട് നമുക്ക് പാലുപയോഗിച്ച് മുഖവും കഴുത്തും, മുഖത്ത് എന്ത് ചെയ്താലും അത് കഴുത്തിലും ചെയ്യണം. എന്നിട്ട് നമ്മളൊരു വേറൊരു കോട്ടൺ വെച്ച് അങ്ങ് തുടച്ചെടുക്കുക. പാലിൻ്റെ അംശമെല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റുക. ഇനി നമ്മൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഇച്ചിരി പച്ച പാലൊഴിക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അല്പം പഞ്ചസാരയും 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ എടുക്കുക. എന്നിട്ട് വേണ്ടത്ര ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായിട്ട് കുഴയ്ക്കുക. ഇത്തിരി അങ്ങ് വെള്ളം പോലെ ആയി പോകരുത്. പാൽ നോക്കിയിട്ട് കുറേശ്ശെ ഒഴിക്കണം. എന്നിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മുഖത്തൊക്കെ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അരിപ്പൊടിയും പഞ്ചസാരയും പാലും ചേർന്ന മിശ്രിതമാണ്. അത് നമ്മൾ നന്നായിട്ട് കഴുത്തിലും മുഖത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ട് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുക. പഞ്ചസാര ഒരു നല്ല സ്ക്രബ്ബറാണ്. പഞ്ചസാരയോ റവയോ ഒക്കെ എടുത്താൽ മതി. ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്യേണ്ട, വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. നന്നായിട്ടൊരു 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം അങ്ങ് പോകും. നമ്മളെപ്പോഴും മേക്കപ്പൊക്കെ ആയിട്ട് കുറേ ഡെഡ് സെൽസൊക്കെ കാണും, അഴുക്കും ഇതൊക്കെ കാണും. അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷനും കൂടും ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ. 2-3 മിനിറ്റ് ഒരു മസാജ് കിട്ടുമല്ലേ അതിന്. എന്നിട്ട് അതും നമ്മളൊരു കോട്ടൺ തണുത്ത വെള്ളത്തിൽ മുക്കി അങ്ങ് തുടച്ചെടുക്കുക. കഴുകിയാലും മതി. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി തുടച്ചെടുക്കുന്നേ ഉള്ളൂ. കഴുകി കളഞ്ഞിട്ട് വന്നാലും മതി. എന്നിട്ടൊന്ന് ആ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കണം. തുടച്ച് മാറ്റരുത്. ജസ്റ്റ് ഒന്ന് ടവൽ കൊണ്ട് ഒപ്പിയെടുക്കുകയും ചെയ്യാവും. ഇപ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം വരും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിന് നല്ലൊരു വ്യത്യാസം വരും. ആ എണ്ണമയമൊക്കെ പോയി, അഴുക്കുമൊക്കെ പോയി, ഡെഡ് സെൽസും ഒക്കെ പോയി കഴിയുമ്പോൾ തന്നെ മുഖം കുറച്ച് നല്ല ക്ലിയർ ആവും. ഇനി അതൊരു കോട്ടൺ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം തക്കാളി അരച്ചതാണ് അത്. തക്കാളി പേസ്റ്റ് തോല് കളഞ്ഞിട്ട് തക്കാളി അരച്ചെടുത്താണ്. അതിനകത്തേക്ക് നമ്മൾ ആലോവേര ജെല്ലാണ് ചേർക്കാൻ പോകുന്നത്. അത് നാച്ചുറലായിട്ടുള്ള ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ കളറില്ലാത്ത വെള്ളം പോലിരിക്കുന്ന ക്രിസ്റ്റൽ പോലിരിക്കുന്നുണ്ടല്ലോ ആലോവേര ജെൽ, അതെടുക്കണം. ചിലതുണ്ട് പച്ച കളറിലേക്ക്, അതെടുക്കരുത്. പിന്നൊരു ഇത്തിരി തേനും എടുക്കണം. അളവുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി പേസ്റ്റ് നല്ലപോലെ വെള്ളം ഉള്ളതുകൊണ്ട് തേനും അലോവേര ജെല്ലും കുറേശ്ശെ എടുക്കുക. എന്നിട്ടൊരു ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയായാലും മതി. ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ബ്രഷ് അവിടെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് തേക്കുന്നതേ ഉള്ളൂ. കൈ കൊണ്ടായാലും മതി. എല്ലായിടവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കഴുത്തിലും തേച്ച് പിടിപ്പിക്കണം. മുഖത്ത് മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമുക്കിപ്പോൾ എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. ചിലർക്ക് അതിനുള്ള സാഹചര്യം കാണത്തില്ല. സാമ്പത്തികവും സാഹചര്യവും എല്ലാം ഒത്തു വരണമല്ലോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മസാജ് കൊടുക്കുക. മുഖത്തൊക്കെ നന്നായിട്ട് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. ജോ ലൈനോടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്യുക. പിന്നെ കണ്ണിന് ചുറ്റും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഫൈൻ ലെൻസോ ഡാർക്ക് സർക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണത്. ഇത് സ്ഥിരമായി ഇങ്ങനെ മാസത്തിൽ 1-2-3 പ്രാവശ്യമൊക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ച 2 വട്ടം വെച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ മുഖത്തിന് നല്ല മാറ്റം വരും. നമ്മളൊക്കെ മടി കാരണം വല്ലപ്പോഴുമൊക്കെ ചെയ്യാറുള്ളൂ. എന്നിട്ട് അതും ഒരു കോട്ടൺ വെള്ളത്തിൽ മുക്കി, തണുത്ത വെള്ളത്തിൽ മുക്കി നല്ല തുടച്ച് മാറ്റുക. ഇനി നമ്മൾ കടലമാവ് എടുത്തേക്കുന്നത്. ഓയിലി സ്കിന്നാണെങ്കിൽ കടലമാവ് എടുക്കാം, ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനും
ഒരു ഒരു ടീസ്പൂണോളം ഒഴിച്ചു, കഷ്ടിച്ചൊരു ടീസ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തേക്കുന്നത്, മറ്റേതിനകത്താണ് തരിതരിയായിട്ടൊക്കെ കാണുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ കടലമാവിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും അല്പം തൈരും ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് ഒരു പാക്ക് ഇടുക ചെയ്യുന്നത്. അത് നമ്മൾ നല്ല കട്ടിക്കിട്ട് കൊടുക്കണം. ഇത് കെമിക്കലൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അടുത്ത് വരെ ഇടാം. മറ്റേ കെമിക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ആ ഭാഗത്തൊന്നും ഇടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടം വരെ ഇടാം. ഇത് കഴുത്തിലും മുഖത്തുമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കടലമാവും കോഫി പൗഡറും ഗ്ലിസറിനും തൈരും ഇത്രയും കൂടി ചേർന്ന മിശ്രിതമാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇരിക്കുക. അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരും, അതുവരെ വെയിറ്റ് ചെയ്യണം. കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പുറത്ത്. എല്ലായിടത്തും ശരിക്കും ആയിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒത്തിരി കഴിയുമ്പോൾ വീണ്ടും ഉണങ്ങി പിടിക്കും. ഇപ്പോൾ ഇതേ കണ്ടില്ല, ഒരു നന്നായിട്ട് ഉണങ്ങി വന്നു. അത് ഞാൻ പിന്നെ പോയി അങ്ങ് കഴുകി കളയായിരുന്നു, ടാപ്പിൻ്റെ അടുത്ത് പോയിട്ട്. കണ്ടില്ലേ, നല്ല മാറ്റം കണ്ടില്ലേ മുഖത്ത്? നല്ല മാറ്റം വന്നു മുഖത്ത്. ഇതൊരാഴ്ച 2 ദിവസമൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ല മാറ്റം വരും. സൺടാനൊക്കെ പോയി സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. ഇനി ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല മാറ്റമുണ്ട് മുഖത്തിന്.